ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീനാസ് കറി വേൾഡ് എന്ന ഫേമസ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു ചാലഞ്ചിങ് വീഡിയോ അനൗൺസ് ചെയ്തിരുന്നു ചേച്ചി. അപ്പോൾ ഈ ചാലഞ്ചിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ചാലഞ്ചിൻ്റെ റൂൾസ് ഒന്നും അനുസരിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളും കുറച്ച് താങ്ക്സ് അറിയിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ചേച്ചി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഈ ചലഞ്ച് എന്താണെന്നുള്ളത് ചിലർക്കൊക്കെ അറിയില്ലായിരിക്കാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഈ ചലഞ്ച് എന്ന് വെച്ചാൽ ചേച്ചി അതായത് വീനാസ് കറി വേൾഡ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ പറയാം നമുക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുക്കിങ്ങോ അതല്ല, ചേച്ചി ഒരുപാട് കുക്കിംഗ് റെസിപ്പീസ് അതുപോലെ തന്നെ കുക്കിംഗ് ടിപ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലെല്ലാം ഉപരി അതിനേക്കാൾ എത്രയോ മുകളിലാണ് എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വീനാസ് കറി വേൾഡ് എന്ന ചാനലിൽ നിന്ന്. ആസ് എ വുമൺ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മളൊരു ഫാൻറ്റസി വേൾഡിൽ നടക്കുന്ന ഒരു ടീനേജ്, അതിനു മുമ്പുള്ള നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും അല്ലെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ഒരു രാജകുമാരിയെ പോലെ നടക്കുന്ന ഒരു ബാല്യകാലം, ടീനേജിൻ്റെ അവസാനം നമ്മൾ യൗവനത്തിൻ്റെ ഒരു തുടക്കം, ആ യൗവനത്തിൻ്റെ സ്റ്റേജിൽ കാലെടുത്ത് വെക്കുന്ന ആ ടൈമിൽ എല്ലാവരെ പോലെയും എൻ്റെയും കല്യാണം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ആ ടൈമിൽ നമ്മളൊരു ഫാൻറ്റസി ലോകത്ത് തന്നെയായിരിക്കും. നമുക്ക് ജീവിതത്തെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടും ഒന്നും തന്നെ ഉണ്ടായില്ല. കുറേ സ്വപ്നങ്ങളും അതുപോലെ പ്രതീക്ഷകളും ഒക്കെയായി നമ്മളിങ്ങനെ പുതിയൊരു ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അപ്പോൾ റിയൽ ലൈഫ് എന്താണെന്ന് പോലും ശരിക്കും നമുക്ക് അറിയില്ലായിരിക്കും. അങ്ങനത്തെ ഒരു സ്റ്റേജ് എനിക്ക് മാത്രമല്ല, പലർക്കും ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേജിലൂടെ പലരും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിലായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ പിന്നെ ഭർത്താവ്, കുട്ടി, അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി. പിന്നെ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്ക് മാറി. അപ്പോൾ നമ്മൾ ശരിക്കും വേറൊരു ലൈഫ്. പക്ഷേ നമ്മൾ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്നു, കുട്ടിയെ നോക്കുന്നു, നമ്മൾ കുറേ സമയം ഫ്രീ ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മളിങ്ങനെ മനസ്സിലേക്ക് വരുന്ന ആ ടൈം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയോ ഒരു നഷ്ടബോധം തോന്നി തുടങ്ങുന്നു. ആ സ്റ്റേജ് ഉണ്ട്. അതെനിക്ക് മാത്രമല്ല, മിക്ക പെൺകുട്ടികളുടെ ലൈഫിലുണ്ടാവും. ഫാമിലി ലൈഫ് സന്തോഷമില്ലാഞ്ഞിട്ടോ അതുപോലെ സാറ്റിസ്ഫൈഡ് അല്ലാഞ്ഞിട്ടോ ഒന്നും തന്നെ അല്ലായിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നഷ്ടബോധം, എനിക്ക് എന്തൊക്കെയോ ചെയ്യണം. പക്ഷേ അതെനിക്ക് എങ്ങനെ എക്സ്പോസ് ചെയ്യാം അതൊന്നും തന്നെ എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ആ സ്റ്റേജിലൂടെ ഞാനിങ്ങനെ രാവിലെ ആവുന്നു, രാത്രിയാവുന്നു, എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈഫ്, ഒരു റെഗുലർ റിപ്പീറ്റേഷൻ പോലെ ഇങ്ങനെ പോയി തുടങ്ങും. ആ ടൈമിലാണ് ഞാൻ ചേച്ചിയുടെ ഫസ്റ്റ് വീഡിയോ കാണാനിടയായത്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ പാഷൻ എന്താണോ അതിന് വേണ്ടി നമ്മൾ ജീവിക്കുക, നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക. അങ്ങനെയൊക്കെ ആ ചേച്ചി, അത് ഏത് വീഡിയോ ആണെന്ന് എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല. പക്ഷേ അങ്ങനെ ഒരു കണ്ടൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് ആ വേർഡ്സ് ആയിരുന്നു. നമ്മുടെ പാഷൻ എന്താണ് അത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുക. അപ്പം ഞാൻ ചേച്ചിയുടെ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോസ് കാണാറുണ്ട്, കുറേ ടിപ്സൊക്കെ ഇട്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള വീഡിയോസ്. അതിനുശേഷം എനിക്ക് കുക്കിംഗ് വളരെ ഒരു പാഷനായിരുന്നു. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക്, അങ്ങനെ ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, ലൈഫിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി. വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ചേച്ചിയുടെ വേറൊരു വീഡിയോ ഞാൻ കണ്ടത്, എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ളത്.
അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ അത് പലർക്കും പല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ ചേച്ചി എന്താ പറയുക, ചേച്ചിയുടെ ക്യാമറ വെക്കുന്ന ഒരു ചെറിയൊരു ചെയറിൽ വെച്ച് ചെയ്യുന്നതോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്തായാലും തീർച്ചയായും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ സ്വപ്നങ്ങൾ മൊത്തം യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നായി. അപ്പോൾ ഞാനിങ്ങനെ കൂട് കെട്ടാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ വീഡിയോസ് എടുത്തു നോക്കും. ചേച്ചി പറഞ്ഞിരുന്നു അതിൽ ഞാൻ വീഡിയോസ് ചെയ്ത് നോക്കി, കുറേ പ്രാവശ്യം ചെയ്ത് നോക്കി, അപ്പോൾ തെറ്റിപ്പോയി, പിന്നെയും മാറ്റി മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനും ഇങ്ങനെ ചെയ്ത് എനിക്ക് ഫേസ് കാണിച്ച് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൈ മാത്രം കാണിച്ചിട്ടുള്ള അങ്ങനത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ്. നമ്മളിപ്പോൾ വ്യൂസൊക്കെ കുറവാണ്. എല്ലാ ബഡ്ഡിങ് യൂട്യൂബേഴ്സിനെ പോലെ തന്നെ വ്യൂസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക്. അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ്. എന്താ പറയുക, എല്ലാവരെയും ജീവിതത്തിൽ പോലെ 24 hours ഞാൻ മുമ്പേ 24 hours എങ്ങനെയായിരുന്നു ഉപയോഗപ്പെടുത്തിയത്. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നു എന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് മൈൻഡാണുള്ളത്. അതുപോലെ തന്നെ ചേച്ചി എപ്പോഴും ഭയങ്കര പോസിറ്റീവ് എനർജിയിലാണ് വീഡിയോ ചെയ്യാറ്. എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ്. ചേച്ചി ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഈ കരയിപ്പിക്കുന്ന വീഡിയോസോ അങ്ങനെയൊന്നും കാണാതെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക, അതാണ് വേണ്ടത്. അതുപോലെ തന്നെ അതെനിക്ക് മനസ്സിലായി. നമ്മളൊരാളോട് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ തിരിച്ചും നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് തരിക. പിന്നെ നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ, അത് നമ്മളെപ്പോഴും എൻജോയ് ചെയ്യുക, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ചേച്ചിക്ക്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ എനിക്ക് ചേച്ചീൻ്റെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് വലിയൊരു വേറൊരു മാറ്റം കൂടി ഉണ്ടായി എൻ്റെ ഫാമിലിയിൽ, അല്ലെങ്കിൽ എൻ്റെ മനോഭാവത്തിൽ വന്നൊരു വലിയൊരു മാറ്റം. എന്തെന്ന് വെച്ചാൽ എനിക്ക് 2 കുട്ടികളാണ്. ചേച്ചിയുടെ ആദുവിൻ്റെ ഒരു സെയിം ഏജാണ് എൻ്റെ മൂത്ത മോള് വരുന്നത്. അപ്പോൾ ഞാൻ ഇളയ വന്നതോടുകൂടി മൂത്ത മോള് കുറച്ചുകൂടി ഒരു മെച്യൂർഡായി, അതുപോലെ പക്വത എത്തി. ആ ഒരു നിലപാടിലാണ് ഞാൻ മോളെ കണ്ടുകൊണ്ടിരുന്നത്. അവൾക്ക് അത്ര കെയറിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവളോടുള്ള കുറച്ചുകൂടി അവളെ ലാളിക്കാനും കൊഞ്ചിക്കാനും ശരിക്കും പറഞ്ഞാൽ മറന്നുപോകും. അപ്പോൾ അവളത് ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കണ്ടതിന് ശേഷം. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ കണ്ടു, 7 years. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മോളും ഈ ഒരു രീതിയിലാണല്ലോ ഇഷ്ടപ്പെടുന്നുണ്ടാവുക, ഇത്രയും കൊഞ്ചിക്കാനും ലാളിക്കാനും. അതിന് ശേഷം ഞാൻ മോളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. മോളത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായതിന് ശേഷം. അപ്പോൾ മോളോടുള്ള അപ്രോച്ചിൽ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം വരുത്താൻ പറ്റി. അതിനൊരു ബിഗ് താങ്ക്സ് ഉണ്ട് ചേച്ചീൻ്റെ അടുത്ത്. ഞാൻ മോളോട് ആ സെയിം അപ്രോച്ചായിരുന്നെങ്കിൽ എവിടെയോ ഓർമ്മിക്കുന്നു. പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് പിശുക്കൻ്റെ കയ്യിലെ നാണയത്തുണ്ട് പോലെയാണ്, അത് ക്ലാവ് പിടിച്ച് തുരുമ്പിച്ച് നശിക്കുകയുള്ളൂ എന്ന് മാധവിക്കുട്ടിയുടെ ഏതോ ഒരു വരികളാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതുപോലെയായിരുന്നു എൻ്റെ ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ സ്നേഹം ഉണ്ടെങ്കിലും ഞാനത് പ്രകടിപ്പിച്ചിരുന്നില്ല മോളടുത്ത്. പക്ഷെ അത് അവൾ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അവളോട് പ്രകടിപ്പിക്കുമ്പോഴാണ്. അവളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കുറേ അധികം ഇനിയും പറയാനുണ്ട്, പക്ഷേ ഞാൻ അധികം ലെങ്തി ആക്കുന്നില്ല വീഡിയോ. പിന്നെ ഈ ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ എനിക്ക് ഫൈനലായി പറയാനുള്ളത്, ലൈഫിലെ എൻ്റെ ഈ സന്തോഷത്തോടുള്ള ലൈഫ് തന്നെയായിരുന്നു. അതിനെ എത്രയോ മടങ്ങായി കൂട്ടിത്തന്നതിന്, അതുപോലെ എൻ്റെ ലൈഫിനോടുള്ള അപ്രോച്ചിൽ വളരെയധികം മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചത് ചേച്ചിയോടുള്ള ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചേച്ചി ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണം. വീനാസ് കറി വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ എത്രയും പെട്ടെന്ന് 1 million സബ്സ്ക്രൈബേഴ്സ് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ചേച്ചിയുടെ ഫാമിലി ഇത്രയും സന്തോഷത്തോടു കൂടി എന്നും ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സജഷൻസും സപ്പോർട്ടും ഉണ്ടെങ്കിലേ എൻ്റെ ചാനൽ മുന്നോട്ട് പോകാൻ കഴിയൂ.
അതുപോലെ തന്നെ ഞാൻ കുറച്ച് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്രാഫ്റ്റ് വർക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.